പാഠം 647. ഒരു ഭയങ്കര കൂട്ടുകാരൻ. ഹലോ. ആ വിദ്യ, എന്താ രാവിലെ? ഓ, ഞാനെന്ത് ചെയ്യാൻ? കുറച്ചു നാൾ കൂടി ഒരു ദിവസം ലീവ് കിട്ടിയതല്ലേ, കൊറേ ജോലിയുണ്ട്. അത് മുഴുവനും ചെയ്തു തീർക്കണം. ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവധി കൊണ്ടല്ലേ ഞാൻ ഈ വീട് മുഴുവൻ തൂത്തു ഉടച്ച് വൃത്തിയാക്കുന്നത്. അയ്യോ, അതൊരു വലിയ ജോലിയാണ് മോളെ. സ്വന്തമായി ജോലിക്കാരിയുള്ള നിനക്ക് അത് പറഞ്ഞ് മനസ്സിലാവില്ല. ഇന്നോ? എപ്പോ? അന്ന് നീ ഇന്നലെ പറയാതിരുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരമില്ല, വീട് വൃത്തിയാക്കൽ നാളത്തേക്ക് മാറ്റിവെക്കാം. ഞാനൊരു 11:30 ആകുമ്പോഴേക്കും വരാം. ശരി. 11:30 നീ എങ്ങോട്ട് പോകുന്നു? വിദ്യയായിരുന്നു മോനട്ടെ വിളിച്ചത്. അടുത്ത ആഴ്ച അവളുടെ ഇളയച്ചന്റെ മോളുടെ കല്യാണ. അവക്കൊരു സാരി എടുക്കണം. അതിനൊന്ന് കൂട്ടിച്ചെല്ലാൻ പറഞ്ഞു. അത് കൊള്ളാം. ഇന്നൊരു ദിവസം ഈ വീട് മുഴുവൻ കഴുകി തുടച്ച് വൃത്തിയാക്കാമെന്ന് നീ പറഞ്ഞതല്ലേ? നാളെ നിനക്ക് കോടതിയിൽ പോവുകയും വേണം. അപ്പോ ഇന്ന് സാരി എടുക്കാൻ പോയാൽ ഈ വീട് ആര് തുടച്ച് വൃത്തിയാക്കും? ഇതെല്ലാം ശരിയാ. പക്ഷെ വിദ്യ ഒരാവശ്യം പറയുമ്പോ എങ്ങനെയാ മോഹനട്ടെ എതിര് പറയാ? അവളെന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ? നിന്റെ ഈ കൂട്ടുകാരി ഇപ്പൊ നിന്നെ വിളിക്കുന്നതിനാണ് ഒരു സാരി വാങ്ങാൻ. അവനവന്റെ ആവശ്യത്തിന് ഒരു സാരി വാങ്ങാൻ പോലും അറിയാത്ത ഒരാളാണോ കോടതിയിൽ പോയി കേസ് വാദം ജയിക്കുന്നത്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് പോയി ഒരു സാരി വാങ്ങാൻ പറഞ്ഞാൽ ആ കുട്ടി അത് വാങ്ങിക്കൊണ്ടുവരും. വലിയ കൊമ്പത്തെ വക്കീലായ വിദ്യാലക്ഷ്മിക്ക് അത് അറിയില്ല അല്ലേ? അങ്ങനെ അല്ലല്ലോ മോനേട്ടാ. അങ്ങനെയാണല്ലോ. വിദ്യാലക്ഷ്മിയുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിന്നെ വിളിച്ചോണ്ടുപോയി സാരി വാങ്ങുമ്പോ നീ അത് കാണും. കല്യാണമായതുകൊണ്ട് വലിയ വില കൂടിയ സാരി ആയിരിക്കും വാങ്ങുന്നത്. അതിന്റെ പേരിൽ നിന്റെ മുന്നിൽ നാളാകണം. അതോടെ നിനക്കും അതുപോലൊരു സാരി വാങ്ങിയ കൊള്ളാം എന്ന് തോന്നണം. അങ്ങനെ അപ്പോ അത് പറഞ്ഞ് നീ ഞാൻ തമ്മിൽ വഴക്കുണ്ടാവും. അങ്ങനെ നമ്മളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയാണ് നിന്റെ കൂട്ടുകാരി വിദ്യാലക്ഷ്മി ഈ അടവെടുക്കുന്നത്. അയ്യോ, അത് സങ്കല്പിച്ച് എവിടം വരെ എത്തിച്ചു നോക്കി. സാറാള് കൊള്ളാട്ടോ. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അത് പറ. മോഹനേട്ടൻ പറഞ്ഞത് മുഴുവനും തെറ്റ്. ഞാനും വിദ്യയും അടുത്ത സുഹൃത്തുക്കളാണ്. കുറച്ച് വില കൂടിയ ഒരു സാധനം വാങ്ങുമ്പോൾ അഭിപ്രായം പറയാനായി ഏറ്റവും അടുത്ത സുഹൃത്തിനെ കൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവർ ചെയ്യാറുള്ളത്. ഞാനൊരു സാരി വാങ്ങാൻ പോയ ഇതുപോലെ വിദ്യയും കൂട്ടാറുണ്ട്. ഇതൊന്നും എന്റെ മോഹനേട്ടന് മനസ്സിലാവില്ല. മോഹനേട്ടന് ഈ ലോകത്തൊരൊറ്റ കൂട്ടുകാർ പോലും ഇല്ലല്ലോ. ഒരു നല്ല സുഹൃത്ത് പോലും ഇല്ലാത്ത ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ എന്റെ മോഹനേട്ടനാണ്. പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് സുഹൃത്തുക്കളില്ല. നിന്നോട് ആരാ പറഞ്ഞ? എനിക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്. ആരാ മോഹനേട്ടാ? ഒരാളുടെ പേര് പറയോ? ഉത്തമനും മോഹനേട്ടനും തമ്മിലുള്ളത് സൗഹൃദമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കാൻ പോടില്ല. മോഹനേട്ടന്റെ പേര് കേൾക്കുമ്പോഴേ ഉത്തമന് പേടിയാ. പിന്നെ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉത്തമൻ സാധിച്ചെടുക്കാനുള്ളത് കൊണ്ട് അടുപ്പം ഭാവിക്കും. അതെങ്ങനെയാ മോഹനേട്ട സൗഹൃദമാവണത്? എനിക്ക് വേറെ സുഹൃത്തുക്കളുണ്ട്. പറ 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 പേര് പറയൂ, പേര് പറയൂ. മോഹനേട്ട, ഈ സൗഹൃദം എന്ന പരിപാടിയെ പറ്റി മോഹനേട്ടൻ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? പരിചയം എന്നുള്ളതല്ല അതിനർത്ഥം. മോഹനേട്ടന് ഒരുപാട് പരിചയക്കാരുണ്ടാവും. അതൊന്നും സൗഹൃദമല്ല. നമുക്കൊരാവശ്യം വരുമ്പോ എന്ത് വില കൊടുത്തും നമ്മളെ സഹായിക്കുകയും നമ്മുടെ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ചു കളയുകയും ചെയ്യുന്ന ആളാണ് നമ്മുടെ സുഹൃത്തുക്കൾ. മോഹനേട്ടനും ഉത്തമനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ? ആണെങ്കിൽ നിസാര പ്രശ്നങ്ങൾക്ക് മോഹനേട്ടൻ ഉത്തമന്റെ മേൽ കുതിര കയറാൻ നിൽക്കൂ. പിന്നെ തഹസിൽദാരുടെ കാര്യം. തഹസിൽദാരോട് മോഹനേട്ടനുള്ളത് ബഹുമാനമാണ്, വിധേയത്വമാണ്. മേലുദ്യോഗസ്ഥനോട് കീഴുദ്യോഗസ്ഥൻ കാണിക്കുന്ന വിധേയത്വം അത് സൗഹൃദമല്ല. വേറെ സുഹൃത്തുക്കളുണ്ട് എനിക്ക്. കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് എന്തുമാത്രം സുഹൃത്തുക്കളുണ്ടായിരുന്നു അറിയാമോ?
എന്നിട്ട് അവരെ ആരെങ്കിലും മോഹനേട്ടൻ പിന്നീട് കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു എഴുത്തെഴുതുകയോ ആരെങ്കിലും ഫോൺ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ എവിടെയാണ്, എന്ത് ചെയ്യുകയാണ് എന്ന് മോഹനേട്ടൻ അറിയാമോ? ഒന്നും അറിഞ്ഞില്ല. ഞാൻ വളരെയധികം ഉത്തരവാദിത്വം ജോലി ചെയ്യല്ലേ, അപ്പോ പഴയ കൂട്ടുകാരൊന്നും വിളിക്കാതെ സംസാരിക്കുന്ന സമയം കിട്ടുന്നില്ല. അങ്ങനെയല്ല മോഹനേട്ടാ, അവരെയൊക്കെ കാണാനും സംസാരിക്കാനും സമയം കണ്ടെത്താൻ മോഹനേട്ടന് തോന്നാറില്ല. തോന്നൂലല്ലോ. കാരണം എന്താ? അതെല്ലാം വെറും പരിചയം മാത്രമായിരുന്നു, സൗഹൃദങ്ങളല്ലായിരുന്നു. എന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ എല്ലാം ഞാൻ വിളിക്കാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്, വിശേഷങ്ങൾ തിരക്കാറുമുണ്ട്. കാരണം ആ സൗഹൃദങ്ങളൊക്കെ അത്രയ്ക്കും ആഴമുള്ള സൗഹൃദങ്ങളായിരുന്നു. കൂട്ടുകാരുണ്ടെന്നാണ് വലിയ കാര്യം. ചീത്ത കൂട്ടുകെട്ട് കാരണം വഴിതെറ്റി പോകുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? നമ്മുടെ സ്വഭാവത്തിന് ചേരുന്ന ആളുകളല്ലേ മോഹനേട്ടാ നമ്മുടെ കൂട്ടുകാരാവുന്നത്. ഒരാൾ കൂട്ടുകൂടി വഴിതെറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അയാളുടെ മാത്രം കുറ്റവാ. നല്ല മനുഷ്യർക്ക് നല്ല കൂട്ടുകാരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനെ കൂട്ടുകാർ വഴിതെറ്റിക്ക. മോഹനേട്ടന് കൂട്ടുകാരില്ല എന്നുള്ളതൊരു സത്യം. അതെന്തുകൊണ്ടാണെന്ന് മോഹനേട്ടൻ അറിയാമോ? മോഹനേട്ടന്റെ ജീവിതത്തിൽ പ്രതിപക്ഷ ബഹുമാനം, വിട്ടുവീഴ്ച തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല. ചെറുതും വലുതുമായ സകല കാര്യങ്ങൾക്കും വെറുതെ വാശി പിടിക്കുന്നവർക്ക് എങ്ങനെ മോഹനേട്ട കൂട്ടുകാരുണ്ടാവും? മോഹനേട്ട കൂട്ടുകാരെത്തില്ല. ചെല്ല്, ഉത്തമനോട് സംസാരിക്കും. കൂട്ടുകാർ തമ്മിലുള്ള സംസാരം ഞാനൊന്ന് കേക്കട്ടെ. ഓ അയ്യോ, നമസ്കാരമുണ്ട് സാറേ. ആ ശേഖരൻകുട്ടിയുടെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നോ നാളെയോ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നോ നാളെയോ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ കാര്യമൊന്നുമില്ല. എന്തൊക്കെയാണ് വിശേഷം? ഉത്തമനും മോഹനേട്ടൻ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറയുന്നത്. മോഹനേട്ടൻ പറയുകയായിരുന്നു ഉത്തമനാണ് മോഹനേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന്. ഉത്തമൻ രക്ഷപ്പെട്ടില്ലേ? ഇനി എന്താവശ്യമുണ്ടെങ്കിലും ഓടി വന്ന് മോഹനേട്ടനും കണ്ടാ പോരെ. സുഹൃത്തല്ലേ, സഹായിക്കാതിരിക്കോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഉത്തമ, മോഹനേട്ടൻ ഏതെങ്കിലും നല്ല സുഹൃത്തുക്കളുള്ളതായിട്ട് ഉത്തമൻ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ച ഞാനതൊന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ ഇനി എന്നെ പറയാൻ ബാക്കിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയാനൊരു സുഹൃത്തുണ്ടെങ്കിൽ ഞാൻ തോറ്റു തരാം. ഞാനും ഉത്തമനും കൂടി ഒരു ഔദ്യോഗിക കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. സൗകര്യം ഉണ്ടെങ്കിൽ ആ ഷർട്ട് മുണ്ട് തേച്ച് വയ്ക്കുക. ഓ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് അന്വേഷിച്ചോളൂ. എന്ത്? ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ മഹാനായ മോഹനകൃഷ്ണ സാറിന് ഏതെങ്കിലും ഒരു സുഹൃത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഞെട്ടാൻ. സാറേ, അത് വക്കീൽ വെറുതെ കളിയാക്കതല്ലേ, അതങ്ങ് വിട്ടുകളാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല ഉത്തമ. എങ്ങനെയെങ്കിലും എനിക്കൊരു നല്ല സുഹൃത്തുണ്ടായേ പറ്റൂ. അയാളെ ഇവിടെ കൊണ്ടുവന്ന് ഇവളുടെ മുമ്പ് നിർത്തിയിട്ട് വേണം എനിക്ക് 2 വർത്തമാനം പറയാം. അല്ല, അങ്ങനെ ഒരു സുഹൃത്ത് എവിടെയുണ്ടെന്ന് സാറ് പറഞ്ഞാൽ ഞാൻ തൂക്കിയെടുത്തോണ്ട് ഇവിടെ കൊണ്ടുവരാം. എന്ത്? അങ്ങനെ ആരും ഇല്ലേ? ഒരു കാര്യം ചെയ്യും, വക്കീലിന്റെ മുമ്പ് കാണിക്കാൻ സാറിനൊരു സുഹൃത്തിനെ വേണം. അത്രയല്ലേ പ്രശ്നം. അത് ഞാൻ ഏറ്റു. സാറിന് സുഹൃത്തില്ലെങ്കിൽ ഒരു സുഹൃത്തിനെ നമ്മൾ ഉണ്ടാക്കും. എങ്ങനെ? അതിനെ പറ്റിയ ആളൊക്കെ എന്റെ കയ്യിലുണ്ട്. സാറ് റെഡിയായി വരുമ്പോഴേക്കും ഞാൻ ആളെ കണ്ടുപിടിക്കും. രാമൻകുട്ടിയുടെ മില്ലിന്റെ വളവിന്റെ ഇപ്പുറത്ത് ഞങ്ങൾ കാത്തിരിക്കാം. ഞാനും സാറിന്റെ ആത്മസുഹൃത്തും. സാറ് ധൈര്യമായിട്ട് വക്കീലിനെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിക്കോ. ഈ കളിയിൽ സാറ് ജയിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കൂട്ടുകാരൻ പോയോ? എന്താണ് സാറിന്റെ മുഖത്തൊരു വലിയ ഗൗരവം? ഒന്നുമില്ല, എനിക്ക് ആഫീസിൽ പോണ നേരമായി. വേഗം കൈക്കളെടുത്ത് നോക്കിയ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഏത് കാര്യം? വിദ്യയുടെ സാരി വാങ്ങാൻ പോകുന്ന കാര്യം. അതിന് വേണം. വിദ്യാലക്ഷ്മിയാണല്ലോ നിന്റെ ഏറ്റവും വലിയ സുഹൃത്ത്.
സുഹൃത്തുക്കളുടെ കാര്യമാണല്ലോ നിനക്ക് ഏറ്റവും വലുതും. എന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. എനിക്കൊരു നിസ്സാര ആവശ്യങ്ങൾ വരുമ്പോ പോലും സഹായിക്കാൻ വരുന്ന ആളല്ലേ വിദ്യ. അവളൊരു ആവശ്യം പറയുമ്പോ ഞാൻ തിരിച്ച് സഹായിക്കണ്ടേ മോഹനേട്ടാ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. എനിക്ക് സുഹൃത്തുക്കളൊന്നുമില്ല എന്നാണല്ലോ നീ പറയുന്നത്. അപ്പൊ പിന്നെ സൗഹൃദത്തെ കുറിച്ച് ഞാനെന്ത് പറയാനാ? ഞാൻ മോഹനേട്ടനെ കുറ്റം പറഞ്ഞതാണോ? അല്ലല്ലോ. ഈ പിടിവാശി എടുത്തുചാട്ടവും ചിട്ടയും ഒക്കെ കൂടി ആവുമ്പോ എങ്ങനെയാ മോഹനേട്ട സുഹൃത്തുക്കൾ ഉണ്ടാവുക? പക്ഷേ ഇങ്ങനെയുള്ളവർക്കും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. എന്നിട്ടെന്താണ് മോഹനേട്ട സുഹൃത്തുക്കൾ ഉണ്ടാവാത്തത്? എനിക്ക് സുഹൃത്തുക്കളില്ലെന്ന് നീ പറയുന്നതല്ലേ? നീ പറയുന്നതുകൊണ്ട് തന്നെ അത് ശരിയാവണമെന്നില്ലല്ലോ. എനിക്കുണ്ട് സുഹൃത്തുക്കളൊക്കെ. നമസ്കാരം. ഇതാണ് മോഹനേഷ് സാറിന്റെ ആത്മസുഹൃത്ത് ചന്ദ്രകുമാർ. നോക്ക്. എന്തേലും കുഴപ്പമുണ്ടോ? എന്തോ പ്രശ്നമുണ്ട് സാറേ. ഇവൻ ആള് ഭയങ്കരാണ്. ഒരുപാട് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏത് വേഷവും അസലായിട്ട് അഭിനയിച്ച് തകർത്ത് കളയും. അതെ സാർ, ഏത് വേഷം വേണോന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ സാറേ, ഇതിനു മുമ്പ് ഈ ചന്ദ്രകുമാറിനെ കൊണ്ട് ഞാനൊരു വേഷം കെട്ടിച്ചിട്ടുണ്ട്. ഒരു പോലീസുകാരന്റെ. എന്റെ വീട്ടിന്റെ മുമ്പിലെ കവലയിൽ ഭയങ്കര ചീട്ടുകളി. മര്യാദമാരുടെ പറഞ്ഞിട്ട് ഒറ്റ എണ്ണം കേട്ടില്ല. പോലീസിനോട് പരാതിപ്പെടാതെ വിചാരിച്ചു കഴിഞ്ഞാൽ പോലീസുകാർക്ക് നമ്മൾ കൈക്കൂലി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഒരു നമ്പർ ഇറക്കി ഒരു യൂണിഫോം വാടകയ്ക്കെടുത്ത് യവനെ പോലീസാക്കി വേണ്ട അങ്ങ് ഇറക്കി കൊടുത്ത്. എന്റെ സാറേ, ഈ ചന്ദ്രകുമാറിന്റെ അഭിനയം ഒന്ന് കാണണമായിരുന്നു. ഒറിജിനൽ പോലീസ് വരെ തോറ്റു. അവന്മാര് ജീവനും കൊണ്ട് ഓടി തള്ളിക്കളഞ്ഞു. പിന്നെ ഒറ്റ ഒരുത്തനെ ഭാഗത്തേ കണ്ടില്ല. ആ സാറേ, അതിലൊരുത്തനിട്ട് ഞാൻ ഒന്ന് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തർക്കിട്ട് ഓരോന്ന് പൊട്ടിക്കാൻ പറ്റുമോ? എന്താ എന്താ എന്ത് സാറേ? മതിയോ? എന്റെ പൊന്ന് സാറേ, ചന്ദ്രന്റെ അഭിനയം സാറ് കാണാത്തോണ്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ സാറിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചു കളയും. പിന്നെയാണോ കൂട്ടുകാരെ? എടാ, ഇവനെ കണ്ട എന്റെ കൂട്ടുകാരനായിട്ട് തോന്നും. ഓ എന്റെ സാറേ, സാറിന്റെ കൂടപ്പറപ്പായിട്ടല്ലോ കൂട്ടുകാരനായിട്ടല്ലേ അഭിനയിക്കുന്നത്. ഈ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരേ ഗ്ലാമർ ഉണ്ടായിരിക്കൂല. ചില കൂട്ടുകാരൊക്കെ സാറിനെ പോലെ വളരെ സുന്ദരനും ആഢ്യത്തുള്ള ആൾക്കാരുമായിരിക്കും. ഈ ചെലവുമാരൊക്കെ ദാണ്ട് അവനെ പോലെ ഇരിക്കും. ഈ കൂട്ടുകാരാകുമ്പോഴേ ലുക്കിന് വലിയ പ്രസക്തി ഇല്ല. അതൊക്കെ ഈ പ്രേമത്തിനല്ലേ പറഞ്ഞിരിക്കുന്നത്. എവിടെ ചുമ്മാ സാർ അപ്പൊ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ നിൽക്കുന്ന മോഹനകൃഷ്ണ സാറിന്റെ കോളേജിൽ പഠിച്ച ആളാണ് ചന്ദ്രൻ. ഞാനോ? ഞാൻ കോളേജിൽ നിന്നും പോയിട്ടില്ല. അല്ല പോടാ, അഭിനയത്തിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. കോളേജ് പഠിക്കുന്ന കാലത്ത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു, ഒരു പായൽ കിടന്നു ഉറങ്ങുന്നു. ഞാൻ ഇന്ന് വരെ ഒരാളുടെയും പാത്രത്തിൽ എടുത്ത് കഴിച്ചിട്ടില്ല. അയ്യോ എന്റെ സാറേ, ഇവന് ബുദ്ധിയില്ലെന്നെങ്കിലും പറയാം. സാറേ, നിങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പത്തിലായിരുന്നു എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരസ്പരം സഹായിക്കുമായിരുന്നു. അങ്ങനെ ചന്ദ്രനെ മോഹനേഷ സാറ് സഹായിച്ച കുറച്ച് കഥകൾ സാറുണ്ടാക്കണം. അതുപോലെ മോഹനേഷ സാറ് ചന്ദ്രനെ സഹായിച്ച കഥകൾ ചന്ദ്രനും ഉണ്ടാക്കണം. അത് ഞാൻ എത്ര കഥ വേണം? ശരി, ഒരു കഥ നീ പറ. കോളേജിൽ പഠിക്കുമ്പോ ഞാൻ ഒരു കിണറ്റിൽ വീഴുന്നു. ഈ സാറാണ് അന്ന് എന്നെ രക്ഷിച്ചത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച്. ഇനി നീ സാറിനെ സഹായിച്ചൊരു കഥ പറ. ഉച്ചയ്ക്ക് ഊണില്ലാതെ സാറ് സ്കൂളിൽ ഇരിക്കുമ്പോ എന്റെ ചോറ് പൊതി ഞാൻ സാറിന് കൊടുത്തു. അതൊന്നും ഭാവം വിശ്വസിക്കുന്നില്ല. എന്നാ പിന്നെ വേറെ കഥ ഉണ്ടാക്കാം. ഈ കഥ എപ്പോഴാ വേണ്ടത്? ഓണത്തിനോ വിഷുവിനോ? ഇത് ഉത്സവ പറമ്പിൽ നാടകം കളിക്കുന്ന കാര്യമല്ല. അല്ലേ?
വൈകിട്ട് ഈ നിൽക്കുന്ന മോഹനയുടെ സാർ 5:15 ആഫീസിൽ നിന്ന് വീട്ടിലെത്തും. ആ സമയം നോക്കി നീ കൃത്യമായിട്ട് സാറിന്റെ വീട്ടിലെത്തിയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഇനി സാർ ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. 5:15 ഷാർപ്പ്. 5:15. ഹലോ, ആ വിദ്യ, ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. നമ്മൾ വാങ്ങിച്ച സാരി നിന്റെ സുനിൽ സാറിന് ഇഷ്ടപ്പെട്ടോ? ആ, 15,000 രൂപയുടെ സാരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാ മോളെ ഇഷ്ടപ്പെടാത്തത്? ഞാനെങ്ങാനുമായിരുന്നു അത്രയും പൈസ കൊടുത്തൊരു സാരി വാങ്ങിയിരുന്നെങ്കിൽ എന്റെ വില്ലേജ് ഓഫീസറെ ഡുംന്ന് ബോധം കെട്ടി വേണേനെ. ഇല്ലില്ല, ആളിതുവരെ എത്തിയിട്ടില്ല. സാധാരണ 5:15 എത്തുന്നതാണ്. ഇന്നെന്ത് പറ്റിയെന്ന് അറിയില്ല. ആര് വന്നിട്ടുണ്ട് വിദ്യ? ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. ആര്? ഞാൻ ചന്ദ്രകുമാർ, മോഹനകൃഷ്ണന്റെ കൂട്ടുകാരൻ. കൂട്ടുകാരനോ? ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അതിനുശേഷം കണ്ടിട്ടില്ല. ഞാനങ്ങ് ഗൾഫിൽ പോയല്ലോ. ഓ, ഗൾഫിലാണോ? എന്നാ തിരിച്ചു വന്നത്? ഒരാഴ്ചയായുള്ളൂ. വന്നപ്പോൾ മുതൽ വിചാരിക്കുക മോഹനകൃഷ്ണൻ ഒന്ന് കാണണമെന്ന്. പക്ഷേ സമയം കിട്ടണ്ടേ. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാൻ അവനെ കാണാതെ പോയാൽ അത് മതി അവന് പിണങ്ങാൻ. പേരെന്താന്നാ പറഞ്ഞേ? ചന്ദ്രകുമാർ. പക്ഷേ ഇങ്ങനൊരു സുഹൃത്തിനെ പറ്റി മോഹനോട് പറഞ്ഞതേ ഇല്ലല്ലോ. പറയില്ല, അതാണ് മോഹനകൃഷ്ണന്റെ സ്വഭാവം. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങള്. അവനെ വിളിക്ക്, ഭാഗ്യവൻ പറയും. മോഹനയുടെ ആഫീസിൽ നിന്ന് വന്നിട്ടില്ല, വരാൻ സമയമായി. സാധാരണ കൃത്യം 5:15 എത്തുന്നതാ. അവന്റെ കൃത്യനിഷ്ഠയാണ് കൃത്യനിഷ്ഠ. കോളേജിൽ പഠിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. ആ, മോഹനയുടെ എത്തിയില്ല. മോഹനകൃഷ്ണ, ചന്ദ്രകുമാരേ! മോഹനകൃഷ്ണ, 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 എന്റെ മോഹനകൃഷ്ണ. നിന്നെ കണ്ടിട്ട് എത്ര നാളായി? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അറിയാ, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഗൾഫിൽ പോയില്ലേ, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി എത്ര നാളെ കാത്തിരിക്കുന്ന അറിയാമോ? അത് പിന്നെ എങ്ങനെയാ? നിന്റെ അഡ്രസ് ഫോൺ നമ്പർ എന്തെങ്കിലും ഇല്ലല്ലോ. അല്ലെങ്കിൽ എത്ര ദൂരെ പോയി നീ ഒളിച്ചിരുന്നാൽ നിന്നെ കണ്ടുപിടിക്കുമായിരുന്നല്ലോ. എനിക്കറിയാം, നിനക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നല്ലോ എന്നോട്. നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. കേട്ടോ സത്യഭാമേ, കോളേജിലെ പൊട്ടക്കിണറ്റിൽ ഞാൻ വീണ് കൈകാലിട്ടടിച്ചപ്പോ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കിണറ്റി ചാടി എന്നെ രക്ഷിച്ചത് ഇവനാ. അതൊക്കെ എന്റെ കടമയല്ലേ ചന്ദ്രകുമാറെ. സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടി മരിക്കാൻ പറയാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മളോട് പഠിച്ച വിശാലാക്ഷിയോട് നിനക്ക് പ്രേമമാണെന്ന് പറഞ്ഞപ്പോ ഞാനൊരു മധ്യസ്ഥനായത്. നീ എഴുതുന്ന കത്തെല്ലാം വിശാലാക്ഷിയെ കൊണ്ട് കൊടുത്തിരുന്നത് ഞാനായിരുന്നല്ലോ. കോളേജിന്റെ പുറകിലെ റബ്ബർ തോട്ടത്തിരുന്ന് നമ്മൾ ചീട്ട് കളിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? എത്ര രസമുള്ള നാളുകളായിരുന്നു. ഇത് നിന്റെ തമാശയൊക്കെ ഇപ്പോഴുണ്ടല്ലേ? കേട്ടോ മാമേ, ഇവൻ പണ്ടെങ്ങനെയാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി 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 അങ്ങ് പറയും. കേൾക്കുന്ന മണ്ടന്മാരത് വിശ്വസിക്കുകയും ചെയ്യും. ഭയങ്കര കഴിവായവന്. ഈ കഥയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. എങ്കാ ബാറിൽ വെച്ച് നീ ഒരു കഥ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ആ കഥ കേട്ട് എന്റെ കണ്ണു നിറഞ്ഞു വേളിയാ. അന്ന് ഞങ്ങള് 1 കുപ്പി ബ്രാൻഡിയാണ് ഒറ്റടിപ്പിനടിച്ചത്. പിന്നെ കഥ. പക്ഷെ ഈ കഥയൊന്നും എന്റെ മാമ വിശ്വസിക്കില്ലടാ. നിങ്ങൾ ഡിഗ്രിക്ക് ഒരു ക്ലാസ്സിലായിരുന്നു? പിന്നെ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചില്. ഏതായിരുന്നു കോളേജ്?
സെന്റ് തോമസ് കോളേജില് മോഹനോട് ചോദിച്ചില്ല എന്തായിരുന്നു ഡിഗ്രിക്ക് വിഷയം? ചന്ദ്രകുമാർ പറ, ഡിഗ്രിക്ക് ഏത് വിഷയം പഠിച്ചത്? അതിപ്പോ ഇന്ന വിഷയമൊന്നുമില്ല, ഞങ്ങൾ എല്ലാ വിഷയം പഠിച്ചു. ഇല്ലടേ ഇല്ല. ഈ വിശാലാക്ഷി ഇപ്പൊ എവിടെയുണ്ട്? യാത് വിശാലാക്ഷി? മോഹനേട്ടൻ പ്രേമലേഖനം കൊടുത്ത വിശാലാക്ഷി. ഓ, അതിപ്പോ അവളിപ്പോ എവിടെയാണെന്ന് ആർക്കറിയാം? മോഹനേഷ്ടൻ അന്നേ അവളെ ഉപേക്ഷിച്ചല്ലോ. അതുകൊള്ള കൂട്ടുകാരനായിട്ട് അഭിനയിക്കണമെന്ന് വിളിച്ചു വരുത്തിയിട്ട് വിളിച്ച് ചീത്ത പറയണ ഇതോടെ ന്യായം. ന്യായം പറഞ്ഞാലേ പോകുന്നാണെങ്കിൽ പോലീസിനെ വിളിക്കാം. അവരാകുമ്പോ ന്യായം പറയാൻ ബെസ്റ്റാ. ഇപ്പൊ ശരിയാക്കി തരാം, നിക്കേ. അയ്യോ പോലീസ് എന്തോ നാടകം മുടങ്ങോ? തടി തപ്പാം. വലിയ ഓഫീസറെ ഒന്നിങ്ങും നോക്ക് സാറേ. ആരുടെയായിരുന്നു ബുദ്ധി? ആ, എനിക്ക് തോന്നി ഇത്രയും മണ്ടബുദ്ധി വേറെ ആര് പറഞ്ഞു തരാനാ? ഇണപിരിയാത്ത കൂട്ടുകാരാണത്രേ. പക്ഷെ ഒരാൾക്ക് മറ്റേ വിലാസം പറഞ്ഞൂടാ, ഫോൺ നമ്പർ പറഞ്ഞൂടാ. മോഹനേട്ടാ, ഇങ്ങനെ ഒരാളെ വേഷം കെട്ടിച്ചു കൊണ്ടുവരുമ്പോ മോഹനേട്ടന്റെ സ്വഭാവം കൂടി അയാൾക്ക് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. വിശാലാക്ഷിയായിട്ട് പ്രേമം, റബ്ബർ തോട്ടത്തിൽ ചീട്ടുകളി, ഗംഗാബാറിൽ മദ്യപാനം, ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? ചന്ദ്രകുമാർ കരുതി എല്ലാവരും ചന്ദ്രകുമാറിനെ പോലെയാണെന്ന്. ഇതിങ്ങനൊരു വിശേഷപ്പെട്ട ജന്മമാണെന്ന് അയാൾക്ക് അറിഞ്ഞൂടല്ലോ. മോഹനേട്ടന് കൂട്ടുകാരൊന്നും ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്തിനാ വെറുതെ കൂട്ടുകാര്? ഞാനില്ലേ എന്റെ മോഹനേട്ടന് കൂട്ടുകൂടാനും വഴക്കുണ്ടാക്കാനും പിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും. അത് ചുമ്മാതല്ലേ. മോഹനേട്ടൻ ദേഷ്യപ്പെടുന്ന കാണാനല്ലോ കൊതികണ്ട്. എന്റെ മോഹനേട്ടൻ ദേഷ്യപ്പെടുമ്പോ ഭയങ്കര സുന്ദരനാ. സൗറില്ല. ബുദ്ധി ഉത്തമന്റേതാണെങ്കിലും അത് നടപ്പിലാക്കിയത് വില്ലേജ് ഓഫീസർ തന്നെ ആയിപ്പോയി. കള്ളം പറയാൻ അറിയാത്ത ഈ പാവത്തിനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്ന് ആർക്കാണ് അറിയാത്തത്? സാരമില്ല, അതേപോലൊരു ഭാര്യ ഉള്ളതുകൊണ്ട് കൂട്ടുകാരുടെ ആവശ്യമേ മോഹനകൃഷ്ണൻ ഇല്ല എന്ന് പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.